വെൽക്കം ടു അജയ് കിച്ചൺ. ഇന്ന് ഞാൻ ഒരു അച്ചിങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവാണേ. അതിന് വേണ്ടിയിട്ട് 1 കിലോ അച്ചിങ്ങയായിരുന്നു. ഇപ്പോൾ അച്ചിങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടും. കിലോ 15 രൂപ 20 രൂപയൊക്കെ ഉള്ളു. നമുക്ക് ഈ സീസൺ അനുസരിച്ചുള്ള പച്ചക്കറി കഴിക്കുക. ഇപ്പം അച്ചിങ്ങയും വെണ്ടയ്ക്കയും ഒക്കെ ഇഷ്ടം പോലില്ലേ. അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ അതുകൊണ്ട് അച്ചിങ്ങയൊക്കെ മേടിക്കാൻ പ്രത്യേകിച്ച് കഴുകാൻ നല്ലതുപോലെ കഴുകണം കേട്ടോ. അതിന് കെമിക്കലൊന്നും മേടിച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പ് നല്ലപോലെ കഴുകിയിട്ട് ഉപ്പ് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇട്ടിരുന്നാൽ മതി. എന്നിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ അതിനകത്ത് പുഴു ഉണ്ടെങ്കിലോ കൃമി ഉണ്ടെങ്കിലോ എന്തുണ്ടെങ്കിലും പൊക്കോളൂ. അപ്പോൾ 1 കിലോ അച്ചിങ്ങയാണ്. അതിൻ്റെ എല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3/4 കിലോ പോനെ കാണും. അപ്പോൾ അതെടുത്ത് ഞാൻ കഴുകി വൃത്തിയാക്കി കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിക്കേ. പാത്രം ചൂടാവട്ടെ. ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. അധികമൊന്നുമില്ല, ഒരു 2-3 ടേബിൾ സ്പൂണേ ഉള്ളേ. എണ്ണ ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. കടുകൊന്ന് പൊട്ടി കിട്ടട്ടെ. കടുകെല്ലാം പൊട്ടി അതിനകത്തോട്ട് 2 തണ്ട് കറിവേപ്പില ഈ അച്ചിങ്ങ ഇട്ട് കൊടുക്കേ. നല്ല കിഞ്ഞിച്ച് അച്ചിങ്ങ ഇത്. വലിയ മിക്ക അച്ചിങ്ങ ഉണ്ടെങ്കിൽ അത് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അധികം ഇല്ലായിരുന്നു, ഒന്നേ ഉള്ളായിരുന്നു. നല്ല ഇളക്കി കൊടുക്കേ. ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. അച്ചിങ്ങയ്ക്ക് വലിയ വേവൊന്നുമില്ല. അജയ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇതിലോട്ട് ഒരു ശകലം വെള്ളം, കുറച്ച് വെള്ളം, ഒരു മതി, ഒരു 1/2 ഗ്ലാസ് വെള്ളം. ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കേ. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. തീരെ കുറയ്ക്കണ്ട, മീഡിയത്തിൽ ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മൾ അച്ചിങ്ങ നോക്കാം. അച്ചിങ്ങ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒരു 3 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇടത്തരം 3 സവാള അരിഞ്ഞത്. കാര്യം ഇത് 1 കിലോ അച്ചിങ്ങയില്ലേ, അതനുസരിച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ 1/2 കിലോ ആണെങ്കിൽ വലിയൊരു സവാള മതി.
ഇനി കവർ ചെയ്ത് കൊടുക്കരുത്. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1-2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. കവർ ചെയ്തത് തീ ഇത് തന്നെ മീഡിയത്തിൽ തന്നെ ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ അച്ചിങ്ങ ഒരു 2-3 മിനിറ്റ് ആയേ. അല്ല 2 മിനിറ്റ് ആയതുള്ളൂ. ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അല്ല അടിയിൽ പിടിക്കുക. നമ്മളെ ഉള്ളി സവാളയൊക്കെ വാട്ടം വെച്ച് ഇനി ഇതിനകത്ത് ഞാൻ ഒരു മൂന്നാല് ദിവസത്തിന് മുമ്പേ ഞാൻ ഒരു ക്യാപ്സിക്കം മെഴുക്കുവരട്ടി ഉണ്ടാക്കിയായിരുന്നേ. അതിനകത്ത് ഞാൻ ഒരു മസാലയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഈ മസാല. ഇത് ഇപ്പം തീർന്നു. ഇതിനകത്ത് ഇത് സാമ്പാർ പൊടി, പക്ഷേ ഇതിനകത്ത് സാമ്പാർ പൊടി ഉപയോഗിക്കാൻ ഒക്കുമെന്ന് എനിക്കറിയില്ല. മറ്റേതിനകത്ത് സാമ്പാർ പൊടി ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇതിന് പകരം ഉണ്ടെങ്കിൽ. എന്നാലും ഇതാണ് മസാല. ഇത് 10-20 അല്ലി തണ്ട് കറിവേപ്പില, പിന്നെ 5 ടേബിൾ സ്പൂൺ മല്ലി, 3 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടേബിൾ സ്പൂൺ ജീരകം, പിന്നെ 10 അല്ലി വെളുത്തുള്ളി. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ അരിഞ്ഞ് വേണം. ജീരകവും വെളുത്തുള്ളിയും കൂടെ ആദ്യം ഇട്ടു. പ്രത്യേകിച്ച് ഞാൻ പറയാം ജീരകം. നമ്മൾ സാധാരണ ജീരകം പൊടി നല്ല മിക്കവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. പക്ഷെ വറുത്ത ജീരകത്തിൻ്റെ മണം ഭയങ്കര നല്ലതായിട്ടാണ് കറിക്കിടുന്നത്. വറുത്ത പൊടിച്ച ജീരകം. എന്നാൽ അതുപോലെ വറുത്ത് ജീരകവും വെളുത്തുള്ളിയും കൂടെ വറുക്കുക. വെളുത്തുള്ളി വലിയ കഷ്ണമാണെങ്കിൽ അരിഞ്ഞിട്ട് കൊടുക്കേ. എണ്ണയൊന്നും ഒഴിക്കരുത്, വറുത്തെടുക്കുക. എന്നിട്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയും ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് വറുത്തിട്ട് പൊടിച്ച് വെക്കുക. അങ്ങനത്തെ പൊടിച്ച പൊടിയാണ് ഇത്. ഞാൻ ആ പൊടിയിൽ നിന്ന് നമ്മളുടെ കഷ്ണത്തിനനുസരിച്ചിട്ട് കൊടുക്കേ. ഒരു 2.5 സ്പൂൺ ഇതിനകത്ത് ഞാൻ 2.5 സ്പൂൺ പൊടി ഇട്ട് കൊടുത്തേ. നല്ല മണമായി ഈ പൊടിക്ക്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെയുള്ള മെഴുക്കുവരട്ടി വെക്കാനായിട്ട്. പിന്നെ ഇതിനകത്ത് മുളക് പൊടിയൊന്നും ഇല്ലല്ലോ. മുളക് പൊടി എരി വേണമെന്നുള്ളവർക്ക് പച്ചമുളക് തോനെ ഇട്ട് കൊടുക്കാം. ഇത് 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിയുള്ള പച്ചമുളകാണ്. പിന്നെ മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഈ ഒന്നുകൂടെ കുറയ്ക്കാം. ഞാൻ മീഡിയത്തിനേക്കാളും കുറച്ച് സിമ്മിൽ വെച്ചേക്കാം കേട്ടോ. ഇനി കവറൊന്നും ചെയ്യണ്ട. ഇനി ഇതുപോലെ തന്നെ ചെറിയ തീ കിടന്ന് 1-2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. എന്നിട്ടെടുക്കാം. നമ്മുടെ അച്ചിങ്ങയൊക്കെ റെഡിയായേ. ഇത് മതി. നല്ല മണം വരുന്നുണ്ട്. ആ പൊടിക്ക് പ്രത്യേക ഒരു മണമാണ്. നല്ല രസമാണ്. ആ ജീരകം വറുത്ത മണവും കറിവേപ്പിലയുടെയും. ഇത് മതിയേ. ഇതിൻ്റെ ഉപ്പ് കുറച്ച് കുറവാണ്. സത്യം പറയാം അതിനകത്ത് ഇച്ചിരി മോരടച്ചതും ഈ അച്ചിങ്ങ മെഴുക്കുവരട്ടിയും പിന്നെ പപ്പടോ മീനോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖം. ഇതൊന്നും ഇല്ലെങ്കിൽ ഇതും മോരടച്ചതുണ്ടെങ്കിലും കഴിക്കാം. മതിയേ. ഞാൻ
ഗ്യാസ് ഓഫാക്കുകയാണ്. ഒരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റേ. നല്ല മണം. കണ്ടില്ലേ, നമ്മൾ സൂപ്പർ ടേസ്റ്റിയോട് കൂടിയൊരു അച്ചിങ്ങ മെഴുക്ക് പുരട്ടി. നല്ല ടേസ്റ്റാണ്. ഒരു തൈരടച്ചുണ്ടെങ്കിൽ സുഖമായിട്ട് ചോറിനാണ് ഇതുമായിട്ട്. അപ്പോൾ ചോറ് കുറച്ചിട്ട് കറി തോനെ കഴിക്കുക. കണ്ടില്ലേ, അത് ഒരുപാടുണ്ട്, എന്തുണ്ടെന്നൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്തത്.